ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഈ 3D പ്രിൻ്ററിൻ്റെ ബെഡ് ലെവൽ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് തരുന്നത്, അതുപോലെ തന്നെ പാർട്സുകൾ പരിചയപ്പെടുത്തി തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ബെഡ്. അപ്പോൾ നമുക്ക് ആദ്യം ബെഡ് സെറ്റ് ചെയ്യാം. അതാണ്ട് ബെഡിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലാണ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് തരുന്നത്. ഇതാണ് അതിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറയുന്നത്. നമുക്കിനി ഓരോ പാർട്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് എന്ന് പറയുന്നത് എക്സ്ട്രൂഡറാണ്. അതായത് നമ്മുടെ ഫിലമെൻ്റ് എത്ര എമൗണ്ട് ഈ ഒരു ഹോട്ട് എൻഡിലേക്ക് മൂവ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് എക്സ്ട്രൂഡറാണ്. ഇതിനോടൊപ്പം ഒരു സ്റ്റെപ്പർ മോട്ടറുണ്ട്. അതിൻ്റെ ഇതിൻ്റെ ഫിലമെൻറ്റിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ കാണുന്നതാണ് നോസിൽ. അപ്പോൾ ഈ നോസിലിനകത്താണ് നമ്മുടെ ഹോട്ട് എൻഡ് ഉള്ളത്. നമുക്ക് ഫിലമെൻറ്റിൽ പ്രിൻ്റ് ചെയ്ത് വരുന്ന ഒരു പെൻ പോലിരിക്കുന്ന ഒരു എൻഡ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു ഹീറ്റ് സിങ്കും ഫാനും ഉണ്ട്, അതിൻ്റെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനായിട്ട്. അടുത്ത പോർഷൻ ഈ കാണുന്നതാണ് ഡിസ്പ്ലേ. ഇവിടെയാണ് നമ്മുടെ പ്രിൻറ്റിങ്ങിൻ്റെ സെറ്റിങ്സൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഇത് പവർ സപ്ലൈയുടെ പോർഷനാണ്. ഈ കാണുന്നതാണ് ബെഡ് ലെവലിംഗ് സ്ക്രൂസ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബെഡിൻ്റെ പൊസിഷൻ ലെവൽ ചെയ്യുന്നത്. ഇത് ഫ്രെയിമാണ്. നമ്മുടെ നോസിൽ വൈ ആക്സിസ് മൂവ് ചെയ്യുന്നത് ഈ ഫ്രെയിമിലൂടെയാണ്. ഈ കാണുന്നതാണ് മദർ ബോർഡുള്ള പോർഷൻ. ഇവിടെ നമുക്ക് SD കാർഡും USB ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ബെഡ് മൂവ് ചെയ്യുന്ന വൈ ആക്സിസ് മൂവ് ചെയ്യുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ഓണാക്കിയിട്ട് എങ്ങനെയാണ് ബെഡ് ലെവൽ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്ന ഡിസ്പ്ലേയിൽ ഈ ഒരു പോർഷൻ കണ്ടോ, ഇത് നമുക്ക് പ്രസ് ചെയ്തുകൊണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് 3D പ്രിൻ്ററിൻ്റെ ഫിലമെൻറ്റ്. പല കളറിൽ ഇത് അവൈലബിളാണ്. ഞാനിപ്പോൾ ഞാൻ പുതിയൊരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് ഗ്രീൻ കളറാണ്. അപ്പോൾ ഈ ഫിലമെൻറ്റ് നന്നായിട്ട് ഹീറ്റായിട്ടാണ് ആ നോസിലൂടെ ഒരുക്കി നമുക്ക് ഇഷ്ടമുള്ള മോഡൽസ് പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്. ഇതാണ്ട് ബ്ലാക്ക്, ഗ്രീൻ, റെഡ്, യെല്ലോ, വൈറ്റ്, ബ്ലൂ, അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മുടെ ലാബിലുണ്ട്. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയാം. ഈ PLA എന്ന് പറയുന്നത് 1.75 mm ആണ്. അതിൻ്റെ ഹീറ്റിംഗ് എന്ന് പറയുന്നത് ഏകദേശം 200 തൊട്ട് 230 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് അത് ഹീറ്റ് ചെയ്യേണ്ടത്. ആ ഫിലമെൻറ്റിൻ്റെ ബെഡ് ലെവൽ സെറ്റ് ചെയ്യേണ്ടത് 30 to 60 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. പ്രിൻ്റ് ചെയ്യേണ്ട സ്പീഡ് 40 to 100 mm/s ആണ്. ഇനി ഇത് പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്തില്ല എങ്കിൽ ഈ ഫിലമെൻറ്റ് ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് റാപ്പ് ചെയ്ത് സൂക്ഷിച്ച് വയ്ക്കുക. സൺലൈറ്റ് എന്ത് ചെയ്യുക, കാണിച്ച് ഇടയ്ക്കൊന്ന് ഉണക്കിയൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ ആ എയർ അകത്ത് കയറുന്നതനുസരിച്ച് ഈ ഫിലമെൻറ്റ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് നോക്കുക. അതിനായിട്ട് നമ്മൾ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് ടെമ്പറേച്ചർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ നോസിൽ ചൂസ് ചെയ്തിട്ട് ആ നോസിലിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞത് എത്രയാണ്, 200 തൊട്ട് 230 വരെയുള്ളതാണ്. അപ്പോൾ നമുക്ക് 200 വെക്കാം, അല്ലെങ്കിൽ ഒരു 230യുടെ അകത്ത് വേണം നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ആ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഞാനൊരു 210 കൊടുക്കുകയാണേ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇനി ബെഡ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതാണ്. ബെഡെന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 30 to 60 ഡിഗ്രിയാണ്. അപ്പം 60 ഡിഗ്രി കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. പ്രിൻ്ററിൻ്റെ ബെഡെന്ന് പറയുന്നത് ഇത് X ആക്സിസ്, ഈ കാണുന്ന Y ആക്സിസ്. ഇതുപോലെ ഇതും X ആക്സിസാണ്, ഇതും Y ആക്സിസാണ്. അപ്പോൾ ഈ ബെഡെന്ന് പറയുന്നത് ഈ നോസിൽ നമുക്ക് ഇങ്ങോട്ട് ബെഡ് ലെവൽ നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റും. അതെ, ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഇതാണ്ട് ഈ ഒരു വീൽ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു നോസിലിൻ്റെ എഡ്ജും നമ്മളെ ബെഡ് തമ്മിൽ ഏകദേശം 1 mm ഗ്യാപ്പേ വരുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു നോർമൽ പേപ്പർ എടുത്തിട്ട് അതവിടെ ഒന്ന് വെച്ച് ആ 1 mm ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ആ ബെഡിന് നോസിലിനും ഇടയിൽ കൂടെ സ്മൂത്തായിട്ട് അത് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 1 mm ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു എഡ്ജ് ഓക്കെ ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യും, അത് അടുത്ത ആക്സിസിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, മൂവ് ചെയ്യിപ്പിച്ച് ഈ 4 എൻഡ് നമ്മളിതുപോലെ ചെക്ക് ചെയ്യും. 4 എൻഡിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഈ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു തവണയല്ല, നമ്മൾ 2 തവണ നമുക്ക് ഇത് ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബെഡ് കറക്റ്റ് ലെവലായിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ മാനുവലി ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പ്രിൻ്ററിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് X ആക്സിസും Y ആക്സിസും എങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുന്നതെന്ന് കൂടി അത് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ പ്രിപ്പയർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക, മൂവ് ആക്സിസ് ചൂസ് ചെയ്യുക. മൂവ് ആക്സിസ് എടുത്തിട്ട് നമുക്ക് X ആക്സിസ് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുവാണ്. നമുക്ക് Y എടുക്കുക. Y ചൂസ് ചെയ്തിട്ട് അതിൽ 10 mm എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക. അതിനുശേഷം അത് മൂവ് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്കും ബാക്കിലോട്ട് പോവുക. അത്
പോയി നമ്മുടെ ആ ഒരു എഡ്ജിലെത്തും. നേരത്തെ നമ്മുടെ ബെഡ് ലെവൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്കത് സെറ്റ് അല്ലെങ്കിൽ നമ്മൾ പേപ്പർ അവിടെ വെച്ചിട്ട് നമ്മൾ വീണ്ടും കറക്റ്റ് ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, എക്സ് ആക്സിസ് മൂവ് ചെയ്യിക്കുമ്പോൾ കണ്ടോ അത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യിക്കുക. അപ്പോഴത്തേക്കും അത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് ആ പൊസിഷനിൽ വരും. അവിടെയും കറക്റ്റ് അല്ല എങ്കിൽ നമ്മൾ വീണ്ടും അവിടെ ലെവൽ സെറ്റ് ചെയ്യുക. നേരത്തെ കറക്റ്റ് ചെയ്തതാണ്. ഇനി വീണ്ടും പ്രിപ്പയർ ചെയ്ത് വൈ ആക്സിസ് മൂവ് ചെയ്താൽ മാത്രമേ ഇതിനി മുന്നോട്ട് വരത്തുള്ളൂ. അപ്പോൾ വൈ ആക്സിസ് ചൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ 0th പൊസിഷനിലോട്ട് വരും. അങ്ങനെ 2 തവണ നമ്മൾ ചെയ്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ ബെഡ് ലെവൽ സെറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പേപ്പർ വെച്ചിട്ട് ആ 1 mm ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോസിൽ ആ ഒരു ബെഡ് നമ്മളുടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്താൽ മാത്രമേ പ്രിൻ്റ് കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റ് ചെയ്ത് വരുന്ന പ്രോഡക്റ്റിൽ ഒരു വളവുണ്ടായിരിക്കും, നേരെ ബെഡിൽ ഫിക്സ് ആവത്തില്ല. അതിൻ്റെ ഒരു ഡാമേജ് ആവുന്ന കേസൊക്കെ ഞാനതിനകത്ത് വരുന്ന വീഡിയോകളിൽ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ ബെഡ് ലെവൽ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇതാണ്ട് SD കാർഡിൽ ഓൾറെഡി ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ആ SD കാർഡ് കണക്ടറിലോട് ഇട്ടിട്ട് കണക്ടറിൽ നിന്ന് നമുക്ക് ലാപ്ടോപ്പിൽ നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഫയൽ എടുക്കുക. ആ ഫയൽ കോപ്പി ചെയ്തതിന് ശേഷം അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രിൻ്ററിൽ ഈ SD കാർഡിൻ്റെ സ്ലോട്ടിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്താൽ മതി. ഇൻസേർട്ട് ചെയ്തിട്ടതിന് ശേഷം നമ്മുടെ കൺട്രോളറിലേക്ക് വന്ന് പ്രിൻ്റ് ഫ്രം TF കാർഡ് എന്നുള്ള ഓപ്ഷൻ, അതാണ്ട് ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ആ ഫയൽ നെയിം ഏതാണോ സേവ് ചെയ്തിരിക്കുന്നത്, G കോഡിലൊരു ഫയൽ നെയിം ആയിരിക്കും, അത് ചൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഇപ്പോൾ പ്രിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു. ഞാൻ പ്രിൻ്റ് ചെയ്തൊരു പ്രോഡക്റ്റ് എടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ ഒരു ടൂളൊക്കെ എടുക്കാൻ പോവുകയാണ്. ടൂളെടുത്തിട്ട് പതിയെ ഇങ്ങനെ കുത്തി ഇളക്കാം കേട്ടോ. ഇളക്കുമ്പോൾ ഇതെങ്ങാനും പൊട്ടിപ്പോയാലോ എന്നൊരു ഭയമുണ്ട്. അപ്പോൾ ആ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഇത് വേണ്ട, നമുക്ക് ഈ ബെഡ് തന്നെ അതോടെ വെച്ചിട്ട് പതിയെ ചെറിയൊരു ചൂടുണ്ട്, കുഴപ്പമില്ല, പതിയെ ഇളക്കി ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഇളക്കിയപ്പോഴത്തേക്കും അതിങ്ങനെ ഇളകി വരുന്നുണ്ട്. അതൊന്നും ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് നമുക്ക് പതുക്കെ ഇങ്ങനെ ഇളക്കി എടുക്കാവുന്നതേ ഉള്ളൂ. 3D മോഡൽസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്നും അത് സ്ലൈസ് ചെയ്തെന്നുള്ള G കോഡിലോട്ടാക്കുന്ന കാര്യങ്ങളെല്ലാം മറ്റൊരു വീഡിയോയിൽ കാണാം. കുട്ടികളുടെ ഒരു പുതിയ പ്രോജക്റ്റിന് വേണ്ടി പ്രിൻ്റ് ചെയ്തൊരു സാധനമാണ് കേട്ടോ. സോ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.